കടലാക്രമണ ദുരിതം സഭയിൽ ഉന്നയിച്ച് കെ രമ MLA. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലകൾക്ക് അനുവദിക്കുന്ന തുക പര്യാപ്തമല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മതിച്ചു. ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടാത്ത പ്രദേശങ്ങളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നുണ്ട്. പഠനം നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കടലാക്രമണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു ജില്ലയ്ക്ക് 25 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നതെന്നും ഈ തുക കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും കെ രമ MLA ആണ് ആശങ്ക പങ്കുവച്ചത്. 25 ലക്ഷം രൂപ അപര്യാപ്തമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും നിയമസഭയിൽ തുറന്നു സമ്മതിച്ചു. ആദ്യം 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിനുശേഷം പല സ്ഥലങ്ങളിലും അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ചില രൂക്ഷമായ വിഷയം വന്നപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് തുക അനുവദിച്ച് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഞാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, വീണ്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് 25 ലക്ഷവും കൂടി അഡീഷണലായിട്ട് അനുവദിച്ചു. ഇപ്പോൾ ഓരോ സ്ഥലത്തും 50 ലക്ഷം രൂപ വെച്ച് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയുമില്ല. എന്നാൽ അതാത് തലങ്ങളിലുണ്ടാകുന്ന രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ MLAമാർ ബന്ധപ്പെട്ട് താൽക്കാലികമായ നടപടികൾ സ്വീകരിക്കാൻ സഹായകമാകുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിൽ അത് സഹായകമാകുന്ന നിലയിലാണ് ആ തുക അനുവദിച്ചത്. ഹോട്ട്സ്പോട്ടിൽ പെടാത്ത ഇടങ്ങളിലും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നത് സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്നും മന്ത്രി. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഠനം സമാനമായി നിൽക്കുന്ന പ്രദേശത്തിൻ്റെ സ്ഥിതിയും കടലാക്രമണത്തിൻ്റെ രൂക്ഷതയും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അതിരൂക്ഷമായ കടലാക്രമണം വരും കാലങ്ങളിലും ഇപ്പോൾ തുടർന്നും വരുന്നു എന്നുള്ളത് പഠനങ്ങളുടെയും നമ്മുടെ നിഗമനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമായി തന്നെയാണ് ഗവൺമെൻറ്റും ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ ഇക്കാര്യങ്ങളിൽ രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ കുറേ കൂടി കാര്യക്ഷമമായി പരിശോധിച്ച് പരിഹരിക്കാൻ കഴിയത്തക്ക മാർഗം അവലംബിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. മത്സ്യബന്ധനത്തിന് പോകുന്ന ക്ഷേമനിധി അംഗങ്ങളല്ലാത്തവർക്ക് അപകടം പറ്റിയാൽ ധനസഹായം നൽകുന്ന കാര്യത്തിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബത്തിന് CMDRFൽ നിന്ന് 2 ലക്ഷം വീതം നൽകിയിരുന്നു. മത്സ്യക്ഷേമനിധി ബോർഡുമായി ആലോചിച്ച് മറ്റു തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.